നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. മോഡി കളയാൻ മോദിയില്ല. PF നികുതി വിവാദം മറികടക്കാൻ വഴിതേടി കേന്ദ്ര സർക്കാർ. പിൻവലിക്കുന്ന തുകയുടെ പലിശയ്ക്ക് മാത്രം നികുതി ഏർപ്പെടുത്തുകയോ 2016 ഏപ്രിൽ 1 ശേഷം PFൽ അംഗമാകുന്നവർക്ക് മാത്രമായി നിർദ്ദേശം ബാധകമാക്കുകയോ ചെയ്യാൻ നീക്കം. തീരുമാനം പിൻവലിച്ചാൽ പ്രത്യേക ഭേദഗതി പാർലമെന്റിൽ കൊണ്ടുവരണമെന്നിരിക്കെ സർക്കാർ നിലപാട് നിർണായകമാകും. PF നികുതി പുനഃപരിശോധിക്കാൻ അരുൺ ജെയ്റ്റ്ലിക്ക് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം. നടപടി പരിശോധിക്കാൻ പ്രത്യേക സമിതി നിയോഗിക്കുവാനും ആലോചന. അതേസമയം വിവാദ നിർദ്ദേശം രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. സാധാരണക്കാരുടെ വയറ്റിത്തടിക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ സമരം ശക്തമാക്കുമെന്ന് കോൺഗ്രസ്. സന്ധിയില്ലാതെ സുധീരൻ. സ്വകാര്യ പദ്ധതികൾക്ക് നെൽവയൽ നികത്താനുള്ള സർക്കാർ ഉത്തരവിനെതിരെ നിലപാട് ഘടിപ്പിച്ച് VM സുധീരൻ. അനുമതി റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും ആവശ്യം. വിവാദ തീരുമാനങ്ങൾ ഇപ്പോൾ എടുക്കരുതെന്ന് സർക്കാരിന് KPCC പ്രസിഡന്റിന്റെ ഉപദേശം. കോട്ടയത്തും കൊച്ചിയിലുമായി 425 ഏക്കർ നിലം നികത്താനുള്ള തീരുമാനം പാർട്ടിയോട് ആലോചിക്കാതെയെന്ന് സുധീരൻ. വിവാദ ഉത്തരവ് തന്റെ അറിവോടെ അല്ലെന്നും വിഷയത്തിൽ പഠിച്ച ശേഷം പ്രതികരിക്കാമെന്നും റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്. ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്ന ആവശ്യവുമായി പ്രതിപക്ഷ നേതാവ് VS. സാവകാശത്തിന്റെ സമ്മർദ്ദം. സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും തിളച്ചുമറിഞ്ഞ് മുന്നണികൾ. പ്രതീക്ഷ തെറ്റിച്ച് തിരഞ്ഞെടുപ്പ് മെയ് മധ്യത്തിലേക്ക് നീണ്ടതോടെ അന്തിമ സ്ഥാനാർത്ഥി ചിത്രം വൈകിയേക്കും. തർക്ക പരിഹാരങ്ങൾക്ക് സാവകാശം കിട്ടിയതിന്റെ ആശ്വാസത്തിനൊപ്പം സമ്മർദ്ദമേറ്റുന്നത് പ്രചരണത്തിന് കിട്ടിയ സമയദൈർഘ്യം. UDFൽ ഉഭയകക്ഷി ചർച്ചകൾ തുടരുന്നു. കേരള കോൺഗ്രസുമായി ഇന്നലത്തെ ചർച്ച തൃപ്തികരമെന്ന് ഉമ്മൻചാണ്ടി. അതൃപ്തിയില്ലെങ്കിലും തൃപ്തനല്ലെന്ന് KM മാണി. കൂടുതൽ സീറ്റ് ചോദിച്ച മാണിയുമായി തുടർ ചർച്ച ഇനി 10-ന് തിരുവനന്തപുരത്ത്. ഒരാഴ്ചയ്ക്കകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാനിരുന്ന CPMൽ അന്തിമ പട്ടിക വൈകുമെന്ന് സൂചന. മുതിർന്ന നേതാക്കളുടെ മണ്ഡലം നിശ്ചയിക്കുന്നത് പരമാവധി നീട്ടിവെക്കും. 4 സീറ്റ് ചോദിച്ച ഗൌരിയമ്മയുടെ കാര്യത്തിൽ തീരുമാനം പിന്നീട്. കേരള കോൺഗ്രസ് പുലർത്തിയെത്തിയ ഫ്രാൻസിസ് ജോർജിന്റെ വിമത വിഭാഗത്തിന് എത്ര സീറ്റ് എന്ന കാര്യത്തിലും അനിശ്ചിതത്വം. BJPയിൽ BDJSന് കൂടുതൽ സീറ്റ് നൽകുന്നതിൽ അതൃപ്തിയുമായി സംസ്ഥാന ഘടകം. അതിർത്തി കടന്ന് മുന്നറിയിപ്പ്. കച്ച് തീരത്ത് നിന്ന് പാക് മീൻപിടുത്ത ബോട്ട് പിടിച്ചതിനു പിന്നാലെ 10 ലഷ്കർ ഭീകരർ ഗുജറാത്തിലേക്ക് കടന്നതായി ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ഇന്റലിജൻസ് മുന്നറിയിപ്പ്. രാജ്യത്ത് ശിവരാത്രി ആഘോഷങ്ങൾക്ക് ഒരുക്കം പുരോഗമിക്കവേ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ആക്രമണ പദ്ധതികളുമായെന്ന് വിലയിരുത്തൽ. ഭീകര സംഘടനയുടെ ആക്രമണ പദ്ധതി സംബന്ധിച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൃത്യമായ വിവരം കൈമാറുന്നത് ഇത് ആദ്യം. പാക് സുരക്ഷാ ഉപദേഷ്ടാവ് നാസിർ ഖാൻ ജാഞ്ചു നൽകിയ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആരാധനാലയങ്ങൾക്ക് സുരക്ഷ ശക്തമാക്കി ഗുജറാത്ത് പോലീസ്. കടുവയെ കൊടുക്കാൻ ധോണിപ്പട. ഏഷ്യാ കപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശ് കലാശ പോരാട്ടം. തോൽവിയറിയാതെ ഫൈനലിലെത്തിയ ഇന്ത്യക്ക് മത്സരം നിർണായകം. സ്വന്തം കാണികൾക്ക് മുന്നിൽ കപ്പ് ഉയർത്താമെന്ന പ്രതീക്ഷയിൽ കടുവകൾ. മത്സരം രാത്രി 7-ന് ധാക്കയിൽ. വിരാട് കോഹ്ലിയുടെ തകർപ്പൻ ഫോമും ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിംഗ്സും ടീമിന് ആത്മവിശ്വാസം നൽകുന്നു. ബൌളിംഗിൽ ആശിഷ് നെഹ്റയും ജസ്പ്രീത് ബുംറയും അശ്വിനും മികച്ച ഫോമിൽ. ഇന്ത്യക്ക് ആശ്വാസവും അതേസമയം ബംഗ്ലാദേശിന് പ്രഹരവുമായി പേസ് ബൌളർ മുസ്തഫിസുർ റഹ്മാന്റെ പരിക്ക്. ഏഷ്യാ കപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ 45 റൺസിന് തോൽപ്പിച്ചിരുന്നു. ഇരു ടീമുകളും നേർക്കുനേർ ഏറ്റുമുട്ടിയ 3 2020യിലും ജയം ഇന്ത്യക്കെന്നതും ശ്രദ്ധേയം. ധോണിയുടെയും രോഹിത്തിന്റെയും പരിക്കും ഗാലറി സപ്പോർട്ടും ടീമിന് നിരാശ നൽകുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.